കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് മുംബൈ ഹീറോസ് മാച്ച് ഒരു പരാജയം നമുക്ക് നേരിടേണ്ടി വന്നു. അതായത് സുഖമായിട്ട് ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. അതാണ് ഈ ഒരു പരാജയത്തിലേക്ക് നമ്മളെ നയിച്ചത്. ഈ ഒരു തോൽവിക്ക് കാരണമെന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് തന്നെയാണ്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് ഒരു അട്ടർ ടെസ്റ്റ് മാച്ച് പോലെ. ഏതാണ്ട് ഇന്ദ്രജിത്ത് 13 ബോളാണ് ഫേസ് ചെയ്തത്. അദ്ദേഹം 7 റൺസ് മാത്രമേ നേടിയുള്ളൂ. അദ്ദേഹം ഒരു 6 ബോളിങ്ങിനും കുറവെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു മാച്ച് കുറച്ചുകൂടെ കൂടുതൽ റൺ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാമായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഫസ്റ്റ് ഇന്നിങ്സിലെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം മികച്ച ബോളിംഗ് ആയിരുന്നു കേരള സ്ട്രൈക്കേഴ്സ് ചെയ്ത്. അർജുൻ നന്ദകുമാർ 3 വിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് വന്നവരെല്ലാം വിക്കറ്റുകൾ നേടിക്കൊണ്ടിരുന്നു. സോ വേറെ ലെവൽ ഒരു ബോളിംഗ് ആയിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിലെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബോളിംഗ് കൊണ്ട് നമ്മൾ 76 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. ഫസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഫസ്റ്റ് ഇന്നിങ്സ് ഒരു കൂൾ മൈൻഡായിട്ട് നമുക്ക് ബാറ്റ് ചെയ്യായിരുന്നു. ഇത് വലിയ ഷോട്ട്സിനൊക്കെ ആദ്യം തന്നെ പോകുമായിരുന്നു. അതിന് ശ്രമിച്ചില്ല. അത് ഒരു 7 ഓവർ വരെ ഒരു ടെസ്റ്റ് പോലാണ് കേരള സ്ട്രൈക്കേഴ്സ് കളിച്ചത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത് 13 ബോളാണ് എടുത്തത്. അതിൽ 7 റൺസ് മാത്രമാണ് നേടിയത്. അതിന് നമുക്ക് വലിയതായിട്ട് കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം ടീമിൻ്റെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പെട്ടെന്നൊന്നെങ്കിൽ ഔട്ടായി പോകുമായിരുന്നു. അതായത് സിദ്ധാർത്ഥ ചെയ്തതുപോലെ പെട്ടെന്ന് ഔട്ടായി പോകുമായിരുന്നു. അവിടെയാണ് അദ്ദേഹം ഇത്രയധികം ബോൾ എടുത്ത് കളിച്ചത്. 13 ബോൾ എടുത്ത് അദ്ദേഹം ഏതാണ്ട് ക്ലാസ് പോലെ കളിച്ചു. പക്ഷേ സംഭവം നമ്മുടെ 10-20 റണ്ണാണ് അവിടെ പോയത്. നേരത്തെ പറഞ്ഞിരുന്നു അർജുൻ നന്ദകുമാറിലാണ് നമ്മുടെ ഈ ഒരു സീസണിലെ പ്രതീക്ഷയെന്ന്. എന്തായാലും അർജുൻ നന്ദകുമാർ പ്രതീക്ഷ തെറ്റിച്ചില്ല. അദ്ദേഹം നല്ല രീതിയിൽ ബോളും ബാറ്റും എല്ലാം ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതൊരു ടെസ്റ്റ് കളിക്കുന്ന പോലെയാണ് അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സിൽ കളിച്ചത്. പിന്നെ വിവേകവും വന്ന അവസാനം ആ ഒരു 2 ഷോട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സ് നമുക്ക് ലീഡ് പോലും കിട്ടത്തില്ലായിരുന്നു. ഒരു 100-120 റണ്ണെങ്കിലും ഫസ്റ്റ് ഇന്നിങ്സ് നമുക്ക് നേടായിരുന്നു. കാരണം ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ. ബട്ട് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ പ്രകടനം മോശമായതുകൊണ്ടാണ് ഈ ഒരു തോൽവിക്ക് കാരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സെക്കൻഡ് ഇന്നിങ്സിലെ ബോളിംഗ്, അതായത് നമ്മുടെ ബോളിങ്ങും അതും അത്യാവശ്യം നല്ല ബോളിംഗ് തന്നെയായിരുന്നു. സോ അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. പിന്നെ അരുൺ ബെന്നിയുടെ ബോളിംഗ് വേറെ ലെവലായിരുന്നു. അത് ഇതിൽ കൂടുതൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 92, അത് 100 റൺസിൽ അവർ ഒരുക്കി 92 റണ്ണ് നമുക്ക് വിജയിക്കാൻ വേണമായിരുന്നു. സോ സെക്കൻഡ് ഇന്നിങ്സിലെ ബോളിംഗ് വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നി. അതായത് കഴിഞ്ഞ വർഷത്തേക്ക് ബോളിങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ബോളിംഗ് ആയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിലും ഫസ്റ്റ് ഇന്നിങ്സിലും നമ്മൾ കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സിലെ ബാറ്റിംഗ് അതും ഫ്ലോപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ വിവേക് ഗോപൻ ഒരു ഡിസിഷൻ ബെൻഡിങ് കൊടുക്കേണ്ടായിരുന്നു. കാരണം ആ ഒരു ബോളിൽ നല്ല ഹൈറ്റ്, അതായത് LBW വന്ന സംഭവത്തിന് നല്ല ഹൈറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. സോ ആ ഒരു ഡിസിഷൻ ബെൻഡിങ് വിവേക് ഗോപന് കൊടുക്കായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ലെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ രാജീവ് പിള്ള, അദ്ദേഹം ഓൾവേസ് ഒത്തിരി ബോൾ എടുത്താൽ കളിക്കുകയാണ്. അതാണ് നമ്മുടെ തോൽവിക്ക് കാരണം. അദ്ദേഹം ഒരുപാട് ബോൾ എടുത്ത് നമ്മളെ സഞ്ജു ശിവരാം എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഔട്ടാക്കുകയും ചെയ്തു. സഞ്ജു ശിവരാം വലിയ ബാറ്റിംഗ് ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയറാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ ഔട്ടാക്കിയ രീതി എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോയി. അതായത് സഞ്ജു ശിവരാം വന്നപ്പം തന്നെ രാജീവ് പിള്ള പറയുന്നുണ്ട് അടിച്ച് കളിക്കാൻ, ഇറങ്ങി നിന്ന് അടിച്ചോളാം. കാരണം ഔട്ടാക്കി പോകുന്നെങ്കിൽ പോകട്ടെ, അടുത്ത സിദ്ധാർത്ഥോ അരുൺ ബെന്നിയോ ആരെങ്കിലും വന്ന് അതായത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഒരാളടിച്ച് അങ്ങനെ കളിക്കാവുന്ന രാജീവ് പിള്ള വിചാരിച്ചാണ്. സഞ്ജു ശിവരാമിനെ മനഃപൂർവ്വം രാജീവ് പിള്ള ഔട്ടാക്കിയ പോലെ എനിക്ക് തോന്നി. അതായത് അദ്ദേഹം ബാറ്റിങ്ങിൽ നിൽക്കേണ്ടെന്നൊരു രാജീവ് പിള്ളയ്ക്കൊരു ഇൻറ്റൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. പൊട്ടനെ ചട്ടിയത് ഏവൻ ചതിക്കുമെന്ന് പറയുന്ന പോലെ അത് കഴിഞ്ഞ് രാജീവ് പിള്ള ഔട്ടായി. സത്യം പറഞ്ഞാൽ രാജീവ് പിള്ള ഔട്ടായപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം രാജീവ് പിള്ള അത് കഴിഞ്ഞ് ബാറ്റിംഗ് നമ്മുടെ അത്രത്തോളം പവർ ഹിറ്റ് ചെയ്യാനുള്ള ആരുമില്ല. വിവേക് ഗോപൻ പോയി, രാജീവ് പിള്ളയും കൂടെ പോയി കഴിഞ്ഞാൽ പവർ ഹിറ്റ് പറയും. അതായത് ഇനി അർജുൻ നന്ദകുമാറേ ഉള്ളൂ. പിന്നെ സിദ്ധാർത്ഥും അരുൺ ബെന്നി എന്ന് പറയുന്നവർ സ്പേസ് കണ്ടെത്തി അടിക്കുന്നവരാണ്. സോ രാജീവ് പിള്ളയും കൂടെ പോയപ്പോൾ നല്ല നിരാശ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു രാജീവ് പിള്ളയ്ക്ക് ഇന്ന്. അതായത് അദ്ദേഹത്തിന് എന്തൊക്കെയോ, അതായത് CCL എന്തോ ആണ്, അല്ലെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിന് നെടുന്തൂണാണ് എന്നൊക്കെ ഒരു ഭാവം രാജീവ് പിള്ളയ്ക്ക് ഇന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കളി വളരെ മോശമായതുപോലെ എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് വന്ന അർജുൻ നന്ദകുമാറിനും സിദ്ധാർത്ഥിനും വേറെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് അവസാനം വരെ നിൽക്കുക, അതേ ഉള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്. സോ അതവർ ചെയ്യാൻ നോക്കി. പിന്നെ സിദ്ധാർത്ഥിന് അടി പോകുന്നില്ലായിരുന്നു. അദ്ദേഹം കുറേ ശ്രമിച്ചു, ബാറ്റൊക്കെ മാറ്റി നോക്കി, എന്നിട്ടും അതിന് അടിക്കാൻ പറ്റുന്നില്ല. സോ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിവസമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അദ്ദേഹം ഒരു നല്ല ക്വാളിറ്റി ബാറ്റ്സ്മാൻ തന്നെയാണ്. പക്ഷേ അടി പോയില്ല. നമ്മളും ക്രിക്കറ്റ് കളിക്കുന്നതാണ്, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതായത് സിദ്ധാർത്ഥ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അടിക്കാൻ. പക്ഷേ അത് അടി പോകാത്തത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, ആരുടെയും പ്രശ്നമല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററല്ല. സോ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എന്തായാലും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അത്യാവശ്യം ഇത് അവസാനം വരെ മുൾമുനയെ നിർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ അർജുൻ നന്ദകുമാറിന് ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നല്ല രീതിയിൽ ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം, അതായത് കഴിഞ്ഞ സീസണിലും ഇതുപോലെ തന്നെയായിരുന്നു. അവസാനം ഓവറിൽ 10-12 റൺസ് വിജയിക്കാൻ വേണമായിരുന്നു. ആ ഒരു സമയത്ത് അർജുൻ നന്ദകുമാർ സ്ട്രൈക്കിലുണ്ടായിരുന്നു. സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ല. സോ തോൽവിക്ക് കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇന്ദ്രജിത്ത് എടുത്ത ഒരു 13 ബോളുകൾ, അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് 120 റണ്ണെങ്കിലും കുറഞ്ഞ് നേടേണ്ടതായിരുന്നു. എനിക്കിവിടെ ഇരുന്ന് പറയാം, പക്ഷേ ഒരു കൂൾ മൈൻഡായിട്ട് ബാറ്റിംഗ് ചെയ്തിരുന്ന ഒരു 120 റൺസെങ്കിലും നേടായിരുന്നു. ഇപ്പോൾ മുംബൈ ഹിറോസ് 52 റണ്ണേ ഫസ്റ്റ് ഇന്നിങ്സ് എടുത്തുള്ളായിരുന്നെങ്കിൽ നമ്മൾ 54 റണ്ണേ എടുക്കത്തുള്ളൂ. സോ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് കേരള സ്ട്രൈക്കേഴ്സ് ബാറ്റ് ചെയ്യുന്നത്. അതായത് 76 റൺസിൽ നിന്ന് ഒരു 5-6 റണ്ണ് കൂടുതലെടുക്കുക, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഫസ്റ്റ് ഇന്നിങ്സ് കേരള സ്ട്രൈക്കേഴ്സ് ബാറ്റ് ചെയ്ത്. സോ ആ ഒരു മെൻറ്റാലിറ്റിയായിരുന്നു മാറേണ്ടത്. കൂളായിട്ട് കുറച്ചുകൂടെ ബിഗ് ഷോട്ട്സിൽ ആ ഒരു സമയത്ത് ഉറപ്പായിട്ട് പോകേണ്ടതായിരുന്നു. നമുക്ക് അവിടെ ഒരു ബാറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അതിന് പോയില്ല. അത് വലിയൊരു മിസ്റ്റേക്കായെന്ന് നമുക്ക് പറയാം. സോ ഈ ഒരു തോൽവിക്ക് കാരണം ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് തന്നെയാണ്. 8 റൺസിൻ്റെ ലീഡ് ഉണ്ടെങ്കിൽ പോലും 8 റൺസിൻ്റെ ലീഡല്ലായിരുന്നു നമ്മൾ എടുക്കേണ്ടത്. കുറഞ്ഞൊരു 30-35 റൺസിൻ്റെ ലീഡ് ഉറപ്പായിട്ടും എടുക്കണമായിരുന്നു. സോ അവിടെയാണ് നമ്മുടെ തോൽവിക്ക് കാരണം. സോ നാളത്തെ കളി എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സിനെതിരെയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാച്ച് വരികയാണ്. സോ ഈ ഒരു മാച്ച് വിജയിച്ചേ പറ്റത്തുള്ളൂ. ക്രൂഷ്യൽ മാച്ചാണ്. അത് കഴിഞ്ഞ് നേരിടാൻ പോകുന്ന എതിരാളി എന്ന് പറയുന്നത് തെലുങ്കു വാരീസാണ്. അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ചെന്നൈ റൈനോസ്. സോ അവർ ഏത് രീതിയിലുള്ള ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ബെസ്റ്റ് ടീമായിരിക്കും, ചിലപ്പോൾ കുറച്ച് മോശം ടീമായിരിക്കും. സോ അതായത് ഈ ബംഗാൾ ടൈഗേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ബിഗ് ഒപ്പോണൻസ് ആണ്. പിന്നെ ബംഗാൾ ടൈഗേഴ്സ് ഈ വർഷം ഏത് രീതിയിലുള്ള ടീമാണെന്ന് നമുക്കറിയില്ല. സോ കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തന്നെ കൊടുക്കണം, അതായത് നാളത്തെ മാച്ചിൽ. സോ ഇന്നത്തെ മാച്ച് അങ്ങ് വിട്ടേക്കാം. ഫസ്റ്റ് മാച്ചാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു ടെസ്റ്റ് ടൈപ്പ് ഓഫ് ഗെയിം അത് മാറ്റണം. രാജ്യപ്പോളോട് പറയാനുള്ളത് അദ്ദേഹം കുറച്ചുകൂടെ ഓവർ കോൺഫിഡൻസ് ആവാതെ കളിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇത്രയധികം ബോൾ എടുക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സ് കൂൾ മൈൻഡായിട്ട് ബിഗ് ഹിറ്റിന് നമ്മൾ പോയിരിക്കണം. പ്രത്യേകിച്ച് സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതായത് 76 എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ സ്കോറാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുംബൈ ഹിറോസ് കളി 113 റൺസ് എടുത്തായിരുന്നു. അതായത് 28 റൺസിന് 5-4 വിക്കറ്റ് പോയിട്ട് വിവേക് ഓബൻ ഏതാണ്ട് 113 റൺസാണെന്ന് റണ്ണടിച്ച് കയറ്റിയത്. അവിടെയാണ് നമ്മൾ 76 റൺസ് എടുത്തെടുത്ത് 84 റൺസ് മാത്രം എടുത്തത്. ഒരു കൂൾ മൈൻഡിൽ ആദ്യം തൊട്ട് കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ റൺസ് കാണാമായിരുന്നു. രാജീപ്പുള്ള ബാറ്റിംഗ് വരാനുണ്ടായിരുന്നു. സോ ആദ്യം തൊട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കണമായിരുന്നു. അവിടെ ഇന്ദ്രജിത്ത് ഒരു 13 ബോൾ എടുത്തു. അതുപോലെ തന്നെ പിന്നെ വന്നവരും കുറച്ചധികം ബോൾ എടുത്തു. അതായത് രാജീപ്പുള്ള ആദ്യം തൊട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നില്ല. അതായത് ഇതിൻ്റെ ആ ഒരു പാട്, അതായത് ആ ഒരു കാല് ഫ്രണ്ട് വെച്ചൊരു ഡിഫെൻഡിങ് ഉണ്ട്. ആ ഒരു ഡിഫെൻഡിങ് അതായത് എപ്പോൾ നോക്കുമ്പോഴും LBW ആണ്. സോ ആ ഒരു അതായതിൻ്റെ ആ ഒരു ഗെയിം ചേഞ്ച് ചെയ്യണം. നമുക്ക് ടി വിയിൽ ഇരുന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അവർ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ വരുത്തേ പറ്റത്തുള്ളൂ. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു കൂൾ മൈൻഡഡ് ഗെയിം, അതായത് ബാറ്റിംഗ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കണം. ഒരു 30 റണ്ണ് എതിരാളി നേടിയുള്ളെങ്കിൽ 36 റൺ നേടാൻ പോകരുത്. അതിൽ കൂടുതൽ, അതായത് മാക്സിമം ലീഡ് എടുക്കാൻ നോക്കണം, അടിച്ച് മാക്സിമം ലീഡ് എടുക്കാൻ നോക്കണം. ഇവിടെ അത് ചെയ്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഇന്നിങ്സ് എല്ലാം, അതായത് ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ബാറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് 2-3 വിക്കറ്റ് പോയി കുറച്ച് പ്രഷറായി. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലായി പോയത്. സോ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സാണ് നമ്മുടെ കളി കഴിഞ്ഞത്. സോ ഇനിയും ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ചെയ്യുമ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെയാണ്. പോസിറ്റീവ് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. അർജുൻ നന്ദകുമാറിൻ്റെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സീസൺ തുടങ്ങുന്ന മുമ്പ് അർജുൻ നന്ദകുമാറിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അരുൺ ബെന്നിയുടെ ആ ഒരു ബോളിംഗ് ആയിരുന്നു. അതും വേറെ ലെവലാണ്. അരുൺ ബെന്നിയുടെ മാത്രമല്ല കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഇപ്രാവശ്യത്തെ ബോളിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. നേരത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫീൽഡ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വേറെ ലെവലായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഫീൽഡ് പ്ലേസ്മെൻറ്റ് ഏതാണ്ടൊക്കെ ചെയ്ത് അരുൺ ബെന്നിയാണെന്ന് തോന്നുന്നു. വളരെ മികച്ച രീതി, അതായത് ബോളിങ്ങിനനുസരിച്ച് തന്നെ ഫീൽഡ് പ്ലേസ്മെൻറ്റ് എല്ലാം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. വിജയിക്കേണ്ട കളിയാണ്, അതാണ് തോറ്റുപോയത്. പിന്നെ വിവേക് ഓബൻ അത് ഔട്ടാണെന്നൊരു വലിയ സംശയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് മുകളിലാണ് ആ ഒരു ബോൾ കൊണ്ടേന്നാണ്, LBW അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ദിവസമായി മാറുമെന്ന് തുടക്കത്തിൽ വിചാരിച്ചു. പക്ഷേ അവസാനം നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. എന്തായാലും അടുത്ത കളി നേരത്തെ പറഞ്ഞാൽ അടുത്ത കളി ബംഗാൾ ടൈഗേഴ്സിനെതിരെ പിടിക്കുമെന്നാണ് നമുക്ക് വിചാരിക്കാം.